നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂൺ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. നാളെ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ 0.8 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. അതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സർക്കാർ സഹായമില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. KSRTCയിലെ സൗജന്യ യാത്ര തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും. ബജറ്റിൽ അനുകൂല പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ 19-ന് ശേഷം ബസ് സർവീസ് നിർത്തിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃശ്ശൂരിൽ ചേർന്ന ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ യോഗത്തിലാണ് തീരുമാനം. അതേസമയം സർക്കാർ ആവശ്യപ്പെട്ടാൽ സ്വകാര്യ ബസ്സുകൾ KSRTCക്കായി വാടകയ്ക്ക് നൽകാൻ തയ്യാറാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. കിലോമീറ്റർ വാടക കണക്കാക്കി എല്ലാ ദിവസവും വാടക നൽകണം. KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്ക് എടുക്കാമെന്നാണ് സർക്കാർ ആലോചന. ബസ്സുകൾ വാടകയ്ക്ക് നൽകാൻ ബസ് ഉടമകൾ തയ്യാറാണ്. കിലോമീറ്ററിന് വാടക നിശ്ചയിച്ച് ഓരോ ദിവസവും വാടക നൽകുന്ന രീതി അവലംബിക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. മാസവാടകയ്ക്കാണെങ്കിൽ തൊഴിലാളികളുടെ ശമ്പളവും ഡീസൽ അടിക്കുന്നതും സർക്കാർ ചെയ്യണം. ബസ്സിന് വാടക നിശ്ചയിച്ചാൽ മതി. KSRTC നേരത്തെ പല കമ്പനികൾക്കും കുടിശ്ശിക വരുത്തിയതിനാൽ ദീർഘകാലത്തേക്ക് വാടക വാങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ബസ് ഉടമകൾ പറയുന്നു. എത്ര സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്ക് എടുക്കണം, എങ്ങനെ വാടക നിശ്ചയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനവും എടുത്തിട്ടില്ല. അടുത്ത അറിയിപ്പ്, KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ഭിന്നലിംഗക്കാർക്കും സൗജന്യ യാത്ര ജൂൺ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരും. APL BPL വ്യത്യാസമില്ലാതെ വരുമാനവും പ്രായവും കണക്കിലെടുക്കാതെയാണ് ഈ ഒരു ആനുകൂല്യം അനുവദിക്കുന്നത്. അതായത് എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ഈ ഒരു സൗജന്യ യാത്രാ ആനുകൂല്യം ലഭിക്കുന്നതാണ്. പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നു. 25-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക. 20-ാം തീയതിക്ക് ശേഷം വിതരണത്തെ സംബന്ധിച്ചുള്ള സർക്കുലർ പുറത്തിറങ്ങും. സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ ബജറ്റിന് ശേഷമുള്ള പെൻഷൻ വിതരണം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇപ്രാവശ്യത്തെ പെൻഷൻ വിതരണത്തിനുണ്ടായിരിക്കും. ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 2500 രൂപയായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഘട്ടം ഘട്ടമായി 3000 രൂപയിലേക്ക് ഈ ഒരു പെൻഷൻ തുക എത്തിക്കും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വാഗ്ദാനം. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.